ജന്തർ മന്ദിറിൽ കാണിക്കുന്നത് ജന്തർ മന്ദിറിൽ ഇപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി ഈ സമരത്തിന്റെ വിജയം സംബന്ധിച്ച് വിശദീകരിക്കപ്പെടുകയാണ്. അഭിജിത്ത് ദിപ്കെ ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രതികരണം നടത്തുകയാണ്. വലിയ ആഘോഷമുണ്ട്, വലിയ ആരവമുണ്ട്. ഇതൊരു ചരിത്ര വിജയമാണ്. വിദ്യാർത്ഥികളുടെ ജെൻസികളുടെ ഏറ്റെടുത്ത സമരത്തിന്റെ വിജയം, ആ ഏറ്റെടുത്ത സമരത്തിന്റെ തീഷ്ണത ചൂടേറ്റ് പൊള്ളലേറ്റ് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കപ്പെട്ടിരിക്കുന്നു. ആ തീ ആഞ്ഞടിക്കുകയായിരുന്നു ഡൽഹി. ഇന്ദ്രപ്രസ്ഥതയെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുന്ന 35 നാൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങൾ, കനപ്പെട്ട ദിവസങ്ങൾ തന്നെയായിരുന്നു. പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. പ്രധാനമന്ത്രി തന്നെ രാജ്യത്തോട് പലകുറി അഭിസംബോധന ചെയ്തു. ഈ വിഷയത്തിൽ ഇവർ ഏറ്റെടുക്കുന്ന വിഷയം കാതലുള്ളതാണെന്ന് ഈ ഭരണകൂടത്തെ കൊണ്ട് അംഗീകരിക്കപ്പെടേണ്ടി വന്നിരിക്കുന്നു. ചേർത്ത് പിടിച്ച ധർമ്മേന്ദ്ര പ്രധാനെ അങ്ങനെ കൈവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരിക്കുന്നു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന പ്രധാനിക്ക്. കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ സംഘപരിവാർ സംഘടനകളും കേന്ദ്ര സർക്കാരും കരുതലോടുകൂടി ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ടുപോയി പകരം മറ്റ് പൊടിക്കൈ പ്രയോഗങ്ങൾ ധർമ്മേന്ദ്ര പ്രധാനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയെങ്കിൽ ഈ പ്രതിഷേധ ചൂടിന് പിന്നിൽ മുട്ടുമടക്കാതെ ഗത്യന്തരമില്ല എന്ന തിരിച്ചറിവിനൊടുവിൽ ഇതാ 35-ാം നാൾ രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, കേൾക്കാം. ജന്തർ മന്ദിറിൽ നിന്ന് വിജയഭേരി. डीसीपी संदीप लांबा, एसीपी अजय शर्मा, सचिन शर्मा, ये जो लाठियां चलाई है ना अपने अमित शाह और मोदी के नाम पर, अभी एक इस्तीफा हुआ है, याद रखना कॉकरोच से पंगा नहीं लेना है. अगर एक मंत्री का इस्तीफा ले सकते हो तो तुम लोग क्या हो? तुम्हारी हमने लाठियां खा ली, सर फुड़वा लिया. വസന്ത്, വിജയം അവരെ സംബന്ധിച്ച് അർഹതപ്പെട്ടതാണ്. ആ ആരവം അവിടെ ജന്തർ മന്ദിറിൽ മുഴങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? സമരത്തിൽ നിന്നും പിൻവാങ്ങുന്ന ഒരു തീരുമാനം ഉടൻ പ്രഖ്യാപിക്കാനായിരിക്കുമോ തീരുമാനം? ഈ സമരത്തിന് വിജയം കുറിക്കപ്പെട്ടിരിക്കുന്നു. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മുഴുവനായും 3 ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടുമ്പോൾ വസന്ത്, ചോദ്യമൊന്ന് ആവർത്തിക്കാവോ പ്രജേഷ്? ബസന്ത്, 3 ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടുമ്പോൾ ഈ സമരത്തിന്റെ രീതി ഇനിയിപ്പോ സമരത്തിൽ നിന്ന് ഉടനടി ഇവർ പിന്മാറുമോ? CJP പിന്മാറാനുള്ള സാധ്യതയാണോ കാണുന്നത് വസന്ത്? അല്ല, ഇക്കാര്യത്തിൽ ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇനിയും സർക്കാരുമായിട്ടുള്ളൊരു ചർച്ച 3:30-ക്കുള്ളത് നടക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നത് ഈ 3-ാമത്തെ ആവശ്യം, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുടെ ആവശ്യത്തിൽ തങ്ങൾക്ക് ഇന്ന് ഉച്ചവരെ സമയം വേണം എന്നുള്ളതായിരുന്നു. അത് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ 3:30-ക്ക് ശേഷം ചർച്ച നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ചർച്ചയിൽ വെച്ചിട്ട് ഈ പറയുന്ന സമരം പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ, രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഐതിഹാസികമായ ഒരു വിജയം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതിൽ CJPക്ക് പിന്നിൽ ആര്, അല്ലെങ്കിൽ ഇനി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇനി യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ വന്നെത്തിയ യുവജനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമോ പ്രത്യേകിച്ച് മതമോ ജാതിയോ ഒന്നുമില്ലാതെ എത്തിയവർ തന്നെയാണ് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും വലിയ തോതിൽ അവിടെ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. ഇവരെ നേരിടാൻ വേണ്ടിയുള്ളൊരു സന്നാഹമായിരുന്നു ഇന്നലെ രാത്രി മുഴുക്ക ഡൽഹി പോലീസ് ജന്തർ മന്ദിറിന് ചുറ്റുമുണ്ടായിരുന്നു. രാത്രിയൊക്കെ ഒരു 11 മണിക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ബാരിക്കേഡുകൾ ആണി വെച്ച് അടിച്ച് താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടായാലും അതിനെ നേരിടാൻ വേണ്ടി തന്നെയായിരുന്നു ഇവരുടെ നീക്കം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത കൊല്ലം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതും അപകടമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിനുണ്ട്. മറ്റന്നാൾ പാർലമെൻറ്റുണ്ട്. ഓഗസ്റ്റ് 15-ന് ഇനി 2 ആഴ്ചയ്ക്കപ്പുറമുള്ള സ്വാതന്ത്ര്യദിനത്തിലേക്ക് ഇത് നീണ്ടുപോകുന്നൊരു സാഹചര്യമാണെങ്കിൽ പണ്ട് നടന്ന കർഷക സമരത്തിന് തുല്യമായ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളൊരു ഭയം കൂടി സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും കർഷക സമരത്തിൽ എന്ന പോലെ തന്നെ 1 കൊല്ലം നീട്ടി നിർത്തി
ഒടുവിൽ ആ 3 ബില്ലുകളും പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ദേശീയ ദൂരദർശനിലൂടെ വന്നിട്ട് ആ ബില്ലുകൾ ഞാൻ പിൻവലിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു മുഷ്ടി ചുരുട്ടിയുള്ള ഒരു നിലപാടുകളൊന്നും പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിലും ഇത് കൈവിട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു നേരിട്ട് സോനം വാങ്ചുക്കിനെ തന്നെ ഈ സമരത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും ഇതിപ്പോൾ കൃത്യമായ ഒരു ഇടപെടലിലൂടെ സർക്കാരിന് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞുവല്ലോ. നേരത്തെ ബസ് തന്നെ സൂചിപ്പിച്ചതുപോലെ മറിച്ചാണ് തീരുമാനമെങ്കിൽ അതുണ്ടാക്കാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് നമുക്ക് നമ്മൾ മുൻകൂട്ടി കാണുന്നതിനും അപ്പുറത്തേക്കായിരിക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തായാലും അത് തിരിച്ചറിയുകയും പ്രധാനമന്ത്രിക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ രാജിക്ക് വഴങ്ങേണ്ടി വന്നു ധർമ്മേന്ദ്ര പ്രധാന് എന്നായിരിക്കാം പറയേണ്ടതല്ലേ? അല്ല, ഇതിലെ ഒരു സീക്വൻസ് നോക്കണം. ഇതിൽ സോനം വാങ്ചുക്കാണ് ആദ്യം നിരാഹാരം തുടങ്ങിയത് എന്നുള്ളതാണ്. 26-28 ദിവസം അദ്ദേഹം കിടന്നപ്പോഴൊന്നും ഒരു മാധ്യമ ശ്രദ്ധയും നേടാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. പിന്നീട് കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെൻറ്റ് മാർച്ച് പ്രഖ്യാപിക്കുന്നു. പാർലമെൻറ്റ് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. ഈ തൊട്ട് പിന്നാലെ സോനം വാങ്ചുക്കിനെ അതിനു മുമ്പ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം വരുന്നു. സോനം വാങ്ചുക്കിനെ മുൻനിർത്തി ഈ സമരം അവസാനിപ്പിക്കാമെന്നുള്ളൊരു ശ്രമമാണ് അല്ലെങ്കിൽ ഒരു വിചാരമാണ് സർക്കാരിനുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയിലൂടെ അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കുന്നതിലൂടെ ഇത് തീരും എന്നുള്ളൊരു പ്രതീക്ഷ സർക്കാർ വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് വളരെ പാടുപെട്ട് ലഡാക്കിൽ നിന്നുള്ള ഒരു സന്നദ്ധ സംഘടനയെ രാത്രി മേധാന്തയിൽ എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികളുമൊക്കെ തുടങ്ങിയത്. സോനം വാങ്ചുക്ക് തന്നെ തൻ്റെ ഗോൾ പോസ്റ്റ് മാറ്റിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം രാജിയിലേക്ക് വന്നെങ്കിലും പിന്നീട് രാജി നിങ്ങൾ പരിഗണിക്കണം, ഇതൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് അദ്ദേഹം താന്നു വന്നുവെങ്കിലും ഒടുവിൽ മന്ത്രിമാർ മുന്നിൽ വെച്ച് രാത്രി 11 മണിയെ പരന്ന് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം തൻ്റെ നിരാഹാരം അവസാനിപ്പിക്കുന്നു. തൊട്ടു പിന്നാലെ അർദ്ധരാത്രിയോടടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, ഈ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകും, മറ്റന്നാളെ മന്ത്രിസഭ ചേരുന്നു എന്നുള്ള തരത്തിൽ. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ 2 മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരക്രിയയ്ക്ക് ഇറങ്ങണമെങ്കിൽ ഈ വിഷയത്തിൽ ഇവർ പ്രതീക്ഷയിലപ്പുറമുള്ള ഒരു പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നു, രാജ്യത്താകമാനം ലഭിക്കുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിറ്റേ ദിവസം ക്യാബിനറ്റ് ചേരുന്നു, അതായത് ഇന്നലെ മന്ത്രിസഭ ചേരുന്നു. 10 കോടി രൂപയുടെ പിഴ, 10 വർഷത്തെ തടവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെ പിടിച്ചുലച്ച മറ്റൊരു വിഷയം.